അപ്പോൾ സൊമാറ്റോഫോം ഡിസോർഡർ നമ്മളിപ്പം ഒരെണ്ണം പഠിച്ചായിരുന്നു, കൺവേർഷൻ ഡിസോർഡർ അല്ലേ. ഏകദേശം അതേ കോൺസെപ്റ്റാണ് വരുന്നത്. പക്ഷെ വ്യത്യാസം വരുന്നത് കൺവേർഷൻ ഡിസോർഡറിൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്. അതും നമ്മൾ പറഞ്ഞ പോലെ ഉള്ളിൽ മനസ്സിന്റെ ഒരു ടെക്നിക്കാണ്. ഒറിജിനലായിട്ട് അസുഖം അവിടെ ഇല്ല. പക്ഷെ ആ അസുഖത്തിന്റെ എല്ലാ സിംറ്റംസും എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സിംറ്റംസ് ഒക്കെ എടുത്തിട്ട് ചുറ്റുമുള്ള ആൾക്കാരെ കാണിച്ച് അതിൽ നിന്ന് കുറച്ച് സിമ്പതിയും സെന്റിമെന്റ്സും അല്ലെ, ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് എന്താ പറയുന്നത്, എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു വഴി മനസ്സ് പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിംറ്റംസ് ആയിട്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ ഫേക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞു മാലിഗ്നറിംഗ് നിന്നുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, മാലിഗ്നറിംഗ് ചെയ്യുമ്പം കള്ളത്തരമാണെന്ന് എനിക്കറിയാം. ഞാൻ അഭിനയിക്കുകയാണ്, എനിക്ക് പനിയായിട്ട് ഞാൻ അഭിനയിച്ച് കിടക്കുകയാണ്, എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്തതുകൊണ്ട്. അതാണ് മാലിഗ്നറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇയാൾക്ക് അറിയില്ല, ബോധ മനസ്സിനറിയില്ല, പുള്ളിക്കാരനും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് അസുഖം ഉണ്ടെന്നാണ്. പക്ഷെ അസുഖമില്ല. ഒരു ടെസ്റ്റുകൾക്കും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ അസുഖമില്ല. പക്ഷെ മനസ്സ് ഈ അസുഖം ഇങ്ങനെ മിമിക് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒറിജിനൽ അല്ല. ഓക്കെ, അതാണ് കൺവേർഷൻ ഡിസോർഡർ. ഞാൻ അവിടെ പറഞ്ഞ പോലെ പാരാലിസിസ്, പിന്നെ എന്താ പറയണ്ടേ, സെൻസറി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസോർഡേഴ്സ്, ഡഫ്നെസ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എപ്പിലെപ്സി, സീഷർ പറഞ്ഞായിരുന്നു, അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് അത് നമ്മളെ കൺവേർഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിന്തിക്കുമ്പോൾ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് ഏകദേശം അത് തന്നെയാണ് സംഭവം. എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ് ഇവിടുത്തെ കാരണക്കാരൻ. ഇവിടുത്തെ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ ഇയാളുടെ സ്ട്രെസ്സാണ്. ഇയാളുടെ സ്ട്രെസ് കൂടിയിട്ട് ഈ സ്ട്രെസ് കണ്ടെത്തിയ ഒരു മാർഗമാണ് ഒരു അസുഖം അങ്ങോട്ട് ഇട്ടേക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ അസുഖമാണ് ഇപ്പൊ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് അങ്ങനെ ഒറ്റവാക്കി പറയേണ്ടതല്ല ശരിക്കും പറഞ്ഞത്. കുറെ ഉണ്ട് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ ചിന്തിക്കുമ്പം എന്താ പറയണ്ടേ, ഹൈപ്പോകോൺട്രിയാസിസ് അതിനതിൽ വരുന്നതാണ്. ഓക്കെ, ഹൈപ്പോകോൺട്രിയാസിസ്, സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സിസ്റ്റത്തിൽ പല ലൈക്ക് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അങ്ങനെ കുറേ ഏരിയാസിൽ സിംറ്റംസ് കാണിക്കും. മനസ്സിലായില്ലേ? പെയിൻ ഡിസോർഡർ ഉണ്ട്, വേദന ഫേക്കായിട്ടുള്ള വേദന ഉണ്ടാകുന്നതായിട്ട് വരും. ഹൈപ്പോകോൺട്രിയാസിസ് ആണ് ഇതിനകത്ത് ഇവിടെ കുറച്ചുകൂടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ഡിസോർഡർ ഉണ്ടെന്ന് ഇവർ സ്വയം അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ഒരു സീരിയസ്, എനിക്കൊരു വലിയ മാരക രോഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക കാർഡിയാക്കാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയുകയാണെങ്കിൽ ചിലപ്പം എന്താ പറയണ്ടേ, പാൽപിറ്റേഷൻ, ഹാർട്ട് റേറ്റ് കൂടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ തലച്ചുറ്റലുണ്ടാവുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അങ്ങനെ ചെസ്റ്റ് പെയിൻ, അതെ ഏറ്റവും ആദ്യം പറയണ്ടായിരുന്നു, ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നു, നെഞ്ചുവേദന ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ ഈ നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇയാൾ അങ്ങ് വിശ്വസിക്കും മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഓക്കെ, അത് ആദ്യമേ നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം അത് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഒരു തെറ്റുമില്ല, നല്ലതുമാണത്. കാര്യം എന്താ, ഒരു സാധ്യതയല്ലേ ഇത്. അത് ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് ഏർലി ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റിയെടുക്കാൻ പറ്റും. അത് വെച്ചോണ്ട് ഗ്യാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരുന്ന പലർക്കും പണി കിട്ടുന്ന ഏരിയയാണ് അല്ലേ ഹാർട്ട് അറ്റാക്ക്. അത്രയും ഡേഞ്ചർ ആണത്.